മനുഷ്യനും പട്ടിയും പശുവും ആടുമെല്ലാം ഒന്നിച്ച് കിടന്നുറങ്ങണ ചിത്രമാണ് ഞങ്ങൾ കണ്ടത്. കിഴക്കമ്പലം പഞ്ചായത്ത്. ഒരു നേരം പോലും വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാൻ സാധിക്കാത്ത നൂറുകണക്കിന് കുടുംബങ്ങളാണ് ഞങ്ങൾ കണ്ടത്. അവർ സ്റ്റോപ്പ് മെഷ് ചെയ്ത് ഈ വെള്ളം കൊടുക്കുന്നതിന് അധികാരമുള്ളത് കൊണ്ടല്ലേ ഇവർ ഈ വൃത്തികേട് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ അധികാരം ഇങ്ങോട്ട് എടുക്കണം എന്നുള്ളത് ഒരു വാശിയിലായിരുന്നു. അങ്ങനെ ഈ എല്ലാ വികസനങ്ങളും നടത്തി 5 വർഷം പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ 13,57,00,000 രൂപ മിച്ചമുണ്ടാക്കി എന്നുള്ളതാണ്. ആ ടർപ്പായുടെ കീഴിൽ മണ്ണിൽ കിടന്ന സ്ത്രീയാണ് ഇന്ന് കിഴക്കമ്പലം പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിട്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ വോട്ടുകൾ ഞങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആയിരിക്കും, കോൺഗ്രസിനേക്കാൾ കൂടുതൽ. പിണറായി വിജയനുമായിട്ട് വലിയൊരു അടുപ്പത്തിലായിരുന്നു ഈ കേജ്രിവാൾ. ആരോട് ചോദിച്ചാലും ഒരു മാറ്റം ആഗ്രഹിക്കുന്ന ആളുകളാണിത്. ഇടതിനെ മടുത്തു, വലതിനെ മടുത്തു. നമസ്കാരം. യശശരീരനായ MC ജേക്കബ് ആരംഭിച്ച് കിറ്റക്സ് സാബുവിലൂടെയും കിറ്റക്സ് ബോബിയിലൂടെയും വളരുന്ന കിറ്റക്സ് സാമ്രാജ്യത്തിൻ്റെ ഒരുപാട് കഥകൾ കഴിഞ്ഞ 1-ലധികം എപ്പിസോഡുകളിലൂടെ നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ കേൾക്കേണ്ടതും അറിയേണ്ടതും എങ്ങനെയാണ് 2020 ഉണ്ടായത്, അതിൻ്റെ ലക്ഷ്യമെന്താണ്, മറ്റെന്തെങ്കിലും അജണ്ട ഇതിൻ്റെ പിന്നിലുണ്ടോ, എന്തൊക്കെയാണ് 2020യുടെ സ്വപ്നങ്ങൾ? നമസ്കാരം. വീണ്ടും നമ്മൾ നമസ്കാരം പറഞ്ഞു തുടങ്ങാം. 2012 മുതൽ 2016 വരെയുള്ള 4 വർഷ കാലയളവിൽ ഇരട്ടച്ചങ്കൻ മുഖ്യമന്ത്രിയായാൽ നാട് നന്നാകും എന്ന് തെറ്റിദ്ധരിച്ച് അതിനുവേണ്ടി പരിശ്രമിച്ച എന്നെപ്പോലുള്ള അനേകായിരങ്ങളിൽ ഒരാളാണ് അങ്ങ്. പക്ഷെ നമ്മളൊക്കെ സാധാരണ വാചകോടിയായിരുന്നു. അങ്ങനെ പ്രാക്ടിക്കലി തന്നെ ചെയ്തു. 2020 വരെ ആ വിശ്വാസത്തിൽ തുടരുകയും ചെയ്തു. കഥയെല്ലാം പറഞ്ഞു. 2021 ഭിന്നത രൂക്ഷമാവുന്നതും പോകുന്നതും ഒക്കെ. പക്ഷെ ഇതിനൊക്കെ മുമ്പ് തന്നെ, അതായത് 2015 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തന്നെ 2020 ഇവിടെ വരികയും അധികാരമേൽക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ യഥാർത്ഥത്തിൽ 2020 തുടങ്ങിയത് എന്തിനാണ്? പലരും പറയുന്ന ഒരു വലിയൊരു ആരോപണത്തിന് മറുപടിയും കൂടെ ആഗ്രഹമുണ്ട്. 2020 CPM-നെ സഹായിക്കാനായിട്ട് തുടങ്ങിയതാണ്, പിണറായിയെ സഹായിക്കാൻ വേണ്ടി തുടങ്ങിയതാണ് എന്നുള്ളൊരു ആരോപണം കൂടിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ 2020 എന്തിനു തുടങ്ങിയതാണ്. എൻ്റെ ഫാദർ മരിച്ചത് 2011. അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ടായിരുന്നു. നമ്മളുടെ ഈ വ്യവസായങ്ങൾ ഇവിടെ വളരുന്നതിനോടൊപ്പം തന്നെ ഈ നാടും വളരണം എന്നുള്ളത്. അത് ഒരു തവണയല്ല, പല തവണ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണത്. അതിനുവേണ്ടി ഒട്ടനവധി ശ്രമിച്ചിട്ടുണ്ട്. അതിന് ചില എക്സാമ്പിളും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മുംബൈയിലെ എയർപോർട്ട്, നമുക്ക് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ലൊരു എയർപോർട്ടാണ് മുംബൈയിലെ എയർപോർട്ട്. അതിൽ വന്നിറങ്ങുന്ന ഒരു വിദേശി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുന്നത് തകര ഷീറ്റുകളിലുള്ള ചേരികളാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ സാഹചര്യം ഇവിടെ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും ചെയ്യണമെന്ന് വിചാരിച്ചു, അത് പൂർത്തിയാക്കാൻ സാധിച്ചില്ല അദ്ദേഹത്തിന്. അപ്പോൾ 2012 അദ്ദേഹത്തിൻ്റെ മരണശേഷം ഞങ്ങൾ രണ്ടുപേരും, എൻ്റെ ജ്യേഷ്ഠനും കൂടി ഞങ്ങൾ ആലോചിച്ച് അതെങ്ങനെ ആ സ്വപ്നം പൂർത്തിയാക്കാം. അങ്ങനെയാണ് ഞങ്ങൾ 2020 കിഴക്കമ്പലം അസോസിയേഷൻ എന്ന് പറഞ്ഞ ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ഫോം ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പോൾ ഞങ്ങളുടെ ലക്ഷ്യം ഈ പറയുന്ന മെഡിക്കൽ ക്യാമ്പുകൾ നടത്തുക, ജനങ്ങളുടെ പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുക. ഒരു സംശയം, 2020 പേര് വന്നെങ്ങനെ? അതിൽ ഞാനിപ്പോൾ ഈ ആശയം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം ചെയ്തത് ഒരു 4 MSWക്കാരെ റിക്രൂട്ട് ചെയ്തു. അവരോട് ഈ കിഴക്കമ്പലത്ത് ഒരു പഠനം നടത്താൻ പറഞ്ഞു. ഈ പഠനം നടത്തി കഴിഞ്ഞപ്പോൾ ലോക മനസാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്ന സത്യങ്ങളാണ് പുറത്തു വന്നത്. അതിൽ ഒന്നാമതായിട്ടുള്ളത്, കിഴക്കമ്പലം എന്ന് പറയുമ്പോൾ എറണാകുളം ജില്ലയിലെ ഏറ്റവും സാമ്പത്തികമായിട്ട് ഉയർന്നൊരു പഞ്ചായത്താണ്. വ്യവസായങ്ങൾ കൊണ്ടും ചെറുകിട വ്യവസായങ്ങൾ കൊണ്ടും വൻകിട വ്യവസായങ്ങൾ കൊണ്ടും സാമ്പത്തികമായിട്ടും വലിയ ഒരു വരുമാനമുള്ളൊരു പഞ്ചായത്താണ് കിഴക്കമ്പലം. അങ്ങനെ ഒരു പഞ്ചായത്തിൽ 282
കുടുംബങ്ങൾ നീല ടർപ്പായി വലിച്ചു കെട്ടിയിട്ട് 4 കാലുകൾ കൊടുത്ത് മൺതറയിൽ മനുഷ്യനും മൃഗവും പട്ടിയും പശുവും ആടുമെല്ലാം ഒന്നിച്ച് കിടന്നുറങ്ങണ ചിത്രമാണ് ഞങ്ങൾ കണ്ടത്. കിഴക്കമ്പലം പഞ്ചായത്തിൽ. ഇതൊരു പഞ്ചായത്തിലാണെന്ന് ഓർക്കണം. 282 കുടുംബങ്ങൾ. അപ്പോൾ കേരളത്തിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 3.5 ലക്ഷം കുടുംബങ്ങളെങ്കിലും ഇന്നും ടർപ്പാളയുടെ കീഴിലായിരിക്കണം. അത്ര ആയിരിക്കത്തില്ല, അത് കൂടുതലുണ്ട്. ഇപ്പോൾ ഇടുക്കിയിലും പത്തനംതിട്ടയിലും ഒക്കെ ഇതിലും കൂടുതലായിരിക്കും, വയനാട്ടിലും. അപ്പോൾ അതുപോലെ തന്നെ ഏതാണ്ട് 220ഓളം കുടുംബങ്ങളിൽ ഇലക്ട്രിസിറ്റി ഉണ്ടായിരുന്നില്ല. പക്ഷേ സർക്കാരിൻ്റെ കണക്കനുസരിച്ച് 100% ഇലക്ട്രിഫൈഡ് ആണത്. ഏതാണ്ട് 245 കുടുംബങ്ങൾക്ക് ടോയ്ലറ്റ് സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ പ്രായപൂർത്തിയായിട്ടുള്ള പെൺകുട്ടികളും സ്ത്രീകളുമൊക്കെ പകല് രാത്രിയൊക്കെ ബുദ്ധിമുട്ടുകളാണ്. ഇതിനേക്കാളൊക്കെ ഉപരി ഒരു നേരം പോലും വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാൻ സാധിക്കാത്ത 100 കണക്കിന് കുടുംബങ്ങളാണ് ഞങ്ങൾ കണ്ടത്. ഇതൊന്നും നമ്മുടെ രാഷ്ട്രീയ സംവിധാനത്തിനോ നമ്മളെ ഭരിക്കുന്നവർക്ക് അറിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരെ, എല്ലാ പാർട്ടിക്കാരെയും ക്ഷണിച്ചു, സാമൂഹ്യ പ്രവർത്തകരെ ക്ഷണിച്ചു, വ്യവസായികളെ ക്ഷണിച്ചു. ഞങ്ങൾ ഇതേ ഹാളിൽ 82 പേര് അന്ന് കൂടി ആദ്യമായിട്ട്. ഞാൻ ഈ ഒപ്പിയെടുത്ത ചിത്രങ്ങൾ ഇവിടെ പ്രദർശിപ്പിച്ചു. അപ്പോൾ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റിൻ്റെ ഒരു നേതാവ് ചോദിക്കുക, ഇത് കിഴക്കമ്പലം തന്നെയാണോ എന്ന്. അപ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ ഇവരുടെയൊക്കെ പ്രവർത്തനം എന്താണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ സംസാരിച്ചു. അപ്പം ഞാൻ ചോദിച്ച ചോദ്യം, നമുക്കിതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ ആരും സാമ്പത്തികമായിട്ടുള്ള കാര്യത്തെ ഓർത്ത് ഭയപ്പെടണ്ട. അതുകൊണ്ട് നിങ്ങളുടെ ഒരു മോറൽ സപ്പോർട്ടാണ് എനിക്കിതിനകത്ത് വേണ്ടത്. എല്ലാവരും പറഞ്ഞു നല്ല ഐഡിയ ആണ്, നമുക്ക് മാറ്റിയെടുക്കാം. ഞാൻ പറഞ്ഞു നമുക്ക് കിഴക്കമ്പലത്തെ ഒരു മാതൃകാ പഞ്ചായത്തായിട്ട് മാറ്റണം. എല്ലാവരും സമ്മതിച്ചു. 4 ദിവസം കഴിഞ്ഞ് അടുത്ത മീറ്റിംഗ് കൂടാൻ തീരുമാനിച്ചു. ഈ 82 60 40 30 അവസാനം ഞങ്ങൾ 7-8 പേര് മാത്രമായി ചുരുങ്ങി. ബാക്കി എല്ലാവരും മുങ്ങി. രാഷ്ട്രീയക്കാരും മുങ്ങി, മറ്റ് വ്യവസായികളും മുങ്ങി, സാമൂഹ്യ പ്രവർത്തകരും മുങ്ങി, എല്ലാവരും മുങ്ങി. ഞാൻ അതുകൊണ്ട് തന്നെയാണ് സാമ്പത്തികമായിട്ട് നിങ്ങളാരും സഹായിക്കേണ്ട എന്ന് പറഞ്ഞത്. ഞാൻ അതുകൊണ്ടാണ് മുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അതിന് പോലും ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്കോ ഈ പറയുന്ന മറ്റാളുകൾക്കോ അവർ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ്. കാരണം അവർക്ക് പട്ടിണിക്കാർ വേണം. അത് മാത്രമല്ല, ആർക്കും എല്ലാവരും സ്വന്തം കാര്യം പണമുണ്ടാക്കുക, അത് വിട്ടിട്ട് നമ്മുടെ ചുറ്റുപാടുകൾ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കഷ്ടപ്പാടിനെ പറ്റി ആരും ചിന്തിക്കുന്നില്ല എന്നുള്ളതാണത്. അപ്പോൾ ഞാൻ വിട്ടുകൊടുത്തില്ല. ഞാനും എൻ്റെ സഹോദരനും എൻ്റെ റിലേറ്റീവ്സ് ഞങ്ങളങ്ങനെ 5-8 പേരാണ് അതിലുണ്ടായത്. അവരെല്ലാവരും കൂടി ഞങ്ങൾ തീരുമാനിച്ചു ഇത് മുന്നോട്ട് പോകുക. അങ്ങനെയാണ് ആ സംഘടന ഉണ്ടാക്കിയത്. അവരൊക്കെ ഇന്ന് സെക്രട്ടറിയും ട്രഷററും ഒക്കെ ആയിട്ട് ഞങ്ങൾ അവരിന്നും ഉണ്ടത്. 20 പേര് കൊടുത്തു വന്ന കാര്യം. അപ്പോൾ അതിനെപ്പറ്റി ഞങ്ങൾ ആലോചിച്ച് അതിനെപ്പറ്റി ചർച്ച ചെയ്ത് കഴിഞ്ഞപ്പോൾ പല ഓപ്ഷൻസ് പലരും പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ ഈ റിപ്പോർട്ടനുസരിച്ച്, ഇവരുടെ റിപ്പോർട്ടനുസരിച്ച് വലിയൊരു സാമ്പത്തിക ബാധ്യത ഉള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇത്രയും സാമ്പത്തികം നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് എടുക്കാൻ പറ്റില്ല. 2012 ഞങ്ങൾ ഇന്നത്തെ അവസ്ഥയല്ല, ഇതിനേക്കാളും വളരെ മോശമായിട്ടുള്ളൊരവസ്ഥയാണ്. അപ്പോൾ ഇതിന് പണം കണ്ടെത്തണം, ഇത് നടപ്പിലാക്കണം. അപ്പോൾ നോക്കിയപ്പോൾ ഞങ്ങൾ വിചാരിച്ചപ്പോൾ 7-8 വർഷം വരും. അങ്ങനെയാണ് 2012 20 വരും. അപ്പോൾ അന്നൊക്കെയാണല്ലോ ഈ 2020 ക്രിക്കറ്റും ഇതൊക്കെ ഫേമസ് ആയത്. അങ്ങനെയാണ് 2020 മിഷൻ എന്നുള്ള പേരാണ് ഞങ്ങൾ 2020 കിഴക്കമ്പലം അസോസിയേഷനായിട്ട് മാറി. 2020 ഇത് ഈ ലക്ഷ്യം സാധിക്കണം എന്നാണ്, ആ ലക്ഷ്യം പൂർത്തീകരിക്കുക. അങ്ങനെ ഞങ്ങൾ അത് തുടങ്ങി. അപ്പോൾ അതിന് തുടങ്ങി ഞാൻ ആദ്യം ചെയ്തതെന്നു വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് തന്നെ തോന്നി ഈ വീടുകളെല്ലാം നമ്മൾ സ്വയമായിട്ട് കാണണം. ഈ കിഴക്കമ്പലം പഞ്ചായത്തിലെ 8000-ഓളം വീടുകൾ ഞാൻ കയറി എന്നുള്ളതാണ്. ഞാനും എൻ്റെ സഹോദരനും ഞങ്ങളുടെ ഈ ടീമുകളും കുറേ ആളുകളും ഒക്കെ കൂടിയിട്ട്. അപ്പോൾ അതാത് പ്രദേശങ്ങളിൽ വരുമ്പോൾ ആളുകൾ കൂടും. ഓരോരുത്തരോടും കണ്ട് ഞങ്ങൾ കാര്യങ്ങൾ തിരക്കി, അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി. അപ്പോൾ പലർക്കും മരുന്നുകൾ കിട്ടാത്തവരുണ്ട്, ചികിത്സ കിട്ടാത്തവരുണ്ട്, വീടുകളില്ലാത്തവരുണ്ട്, പൊട്ടിപ്പൊളിഞ്ഞ വീടുകളുണ്ട്. അങ്ങനെ പല പ്രശ്നങ്ങളാണത്.
അപ്പോൾ ഞങ്ങളൊരു കോളനി ചെല്ലുമ്പോൾ 40 വീടുണ്ട്. ഒരു ടാപ്പാണ് അവിടെ ഉള്ളത്. ആ ഒരു ടാപ്പിൽ 1 മണിക്കൂറാണ് വാട്ടർ സപ്ലൈ കിട്ടുള്ളൂ. അപ്പോൾ അവിടെ അടിപിടി ഉണ്ടാകുന്നത് ഈ വെള്ളത്തെ പറ്റി തർക്കിച്ച. കാരണം വെള്ളം കിട്ടാതെ അവർക്ക് കുക്കിങ്ങിന് പോലുമുള്ള വെള്ളം കിട്ടുന്നില്ല. അതുപോലും എൻഷുർ ചെയ്യാൻ ഇവിടെ ഭരിച്ചവർക്ക് സാധിച്ചില്ല എന്നുള്ളതാണത്. അവിടെയുണ്ട് ടാർപ്പുണ്ട് വീടുകളല്ലേ ആ കോളനിയിലൊന്ന്. കോളനിയിൽ ഒരു ടാപ്പ്. മനസ്സിലായി. അല്ല വീടുകൾ മോശമല്ലേ അവിടുത്തെ? വീടുകളെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് തൊഴുത്തിനേക്കാൾ കഷ്ടമായിട്ടാണ് കിടന്നത്. അവർക്ക് വെള്ളം പോലും കൊടുക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം വിചാരിച്ചു ഈ കുടിവെള്ള പ്രശ്നം ആദ്യം പരിഹരിക്കാം. അപ്പോൾ ഞങ്ങൾ ആദ്യത്തെ കോളനിയിൽ കുഴൽക്കിണറടിച്ചു. അവിടെ 20,000 ലിറ്റർ 40 വീടുകൾക്ക് 500 ലിറ്റർ ഒരു വീടിന് കണക്കാക്കി ഞങ്ങൾ ടാങ്കുകൾ ഉണ്ടാക്കി. 24/7 24 മണിക്കൂറും 7 ദിവസവും സപ്ലൈ കിട്ടുന്ന രീതിയിൽ ഞങ്ങൾ വെള്ളം കണക്ട് ചെയ്തു ഓരോ വീടുകളിലേക്കും. എല്ലാവർക്കും സന്തോഷമായി. 2ാമത്തെ കോളനിയിൽ അടിച്ചു, 3ാമത്തെ കോളനിയിൽ അടിച്ചു, 4ാമത്തെ അടിച്ചതോടുകൂടി രാഷ്ട്രീയക്കാർ അതിൻ്റെ അപകടം മനസ്സിലാക്കി. അവർ സ്റ്റോപ്പ് ബോംബ് ഇഷ്യൂ ചെയ്തുകൊണ്ട് ഈ വെള്ളം കൊടുക്കുന്നതിന് അന്ന് UDF ഭരിക്കുന്നത് സ്റ്റോപ്പ് ബോംബ് ഇഷ്യൂ ചെയ്തു. ഞാൻ പറഞ്ഞു എന്താ ചെയ്യാൻ പറ്റും എനിക്ക്. അവസാനം ഞാൻ പറഞ്ഞു നിങ്ങൾ എൻ്റെ പുറകിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പഞ്ചായത്തിലേക്ക് നമുക്ക് മാർച്ച് നടത്താം. റെഡിയാണോന്ന് ചോദിച്ചു. റെഡിയാണെന്ന് പറഞ്ഞു. എത്ര പേരുണ്ടാവുമെന്ന് ചോദിച്ചു. ഞങ്ങളെല്ലാവരും ഉണ്ടാവുമെന്ന് പറഞ്ഞു. 4ാമത്തെ കോളനിക്കാരല്ല ബാക്കി എല്ലാ കോളനിക്കാരും അല്ലല്ല ഈ 4ാമത്തെ കോളനിക്കാർ. അപ്പോൾ 100ഓളം ആളുകൾ എല്ലാവരും കൂടി പ്ലാൻ ചെയ്തു. പക്ഷേ അന്ന് മാർച്ച് തുടങ്ങിയപ്പോൾ 2000-ലധികം ആളുകൾ വന്നു. അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായിട്ട് സാധാരണ രാഷ്ട്രീയക്കാർ വ്യവസായികളുടെ അല്ലെങ്കിൽ ഞങ്ങളുടെയൊക്കെ വീടുകളിലേക്കാണ് മാർച്ച് നടത്തണേ. ഒരു വ്യവസായിയുടെ നേതൃത്വത്തിൽ കിഴക്കമ്പലം പഞ്ചായത്തിലേക്ക് എൻ്റെ നേതൃത്വത്തിൽ ഞങ്ങളുടെ നേതൃത്വത്തിൽ ഒരു മാർച്ച് നടക്കുക. അവിടെ പോയി ഞങ്ങൾ സമരം നടത്തി. അപ്പോൾ രാഷ്ട്രീയം ഒന്നും മനസ്സിലില്ല ഈ കാര്യം ഒന്നുമില്ല. അവർക്ക് വെള്ളം കൊടുക്കണം, അതിലേക്ക് അതിന് ഒരു ഉദ്ദേശവും അതിനകത്തില്ല. അവിടെ മാർച്ച് നടത്തി. ഞങ്ങൾ അവിടെ പോയി ഇരുന്നു, ഞങ്ങൾ പ്രസംഗിച്ചു. പക്ഷേ 7 ദിവസത്തിനുള്ളിൽ അവർക്കത് വിഡ്രോ ചെയ്യേണ്ടി വന്നത്. ഞങ്ങൾ ടാങ്ക് സ്ഥാപിച്ചു. അതിനുശേഷം ഞങ്ങൾ ഈ വീടുകളുടെ മെയിൻ്റനൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ ഈ സർവേയിൽ കണ്ടൊരു കാര്യം, പല വീടുകളിലും അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ല. ഒരു വീട്ടിലും ഒരു മിക്സിയോ ഒരു ഗ്യാസ് സ്റ്റൗവോ ഇതൊന്നുമില്ല. അപ്പോൾ അതിനെന്താ പരിഹാരമെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു ഇതിനൊരു പരിഹാരം ഒന്നിച്ച് കാണാം. അപ്പോൾ ഞങ്ങൾ ഒരു 2014 ആ 2014 ഒരു ഓണ ഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു പരിപാടി പ്ലാൻ ചെയ്തു. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വനിതാ ഫെസ്റ്റൊക്കെ മാതിരി തന്നെ 40,000 സ്ക്വയർ ഫീറ്റുള്ളൊരു ടെമ്പററി ഷെഡ് ഇന്നത്തെ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് ഇരിക്കുന്ന ആ ഗ്രൗണ്ടിലാണ് ഞങ്ങളത് ഉണ്ടാക്കിയത്. ആ ഗ്രൗണ്ട് അപ്പം അന്ന് ഞങ്ങളുടെ അല്ല അത്. അന്ന് ഞങ്ങളത് ഒരു ആൾക്ക് വാടക കൊടുത്ത് ഞങ്ങൾ എടുത്തതാണ്. അപ്പോൾ അവിടെ അതെടുത്ത് ഞങ്ങളത് ഷെഡ് കെട്ടി ഞങ്ങൾ വിവിധ കമ്പനികളായിട്ട് സംസാരിച്ചു. അപ്പോൾ ഈ റീറ്റെയിൽ പ്രൈസും ഹോൾസെയിൽ പ്രൈസുമായിട്ടുള്ളൊരു വ്യത്യാസമുണ്ടല്ലോ. അപ്പോൾ ഒരു 15% മാർജിനുണ്ട്. പലരോടും നെഗോഷിയേറ്റ് ചെയ്ത് ചിലർ 5% കൂടുതൽ തന്നു. അപ്പോൾ 20% വരെ കിട്ടി, 25% വരെ കിട്ടിയതുണ്ട്. അതിൻ്റെ പോരായിക വരുന്നത് ഞങ്ങൾ തീരുമാനിച്ചു ഞങ്ങൾ വഹിക്കാം. എല്ലാവർക്കും 50% ഡിസ്കൗണ്ടിൽ ഓരോ വീട്ടിലും ഒരു ഗ്യാസ് സ്റ്റൗ, ഒരു ഫ്രിഡ്ജ്, ഒരു TV, ഒരു മിക്സി, കിടക്ക, കട്ടിൽ എല്ലാം ഓരോന്നും മേടിക്കാം. ഈ 50 ഇല്ലാത്ത വീടുകളിൽ അല്ലേ? ഇല്ലാത്ത വീടുകൾ ഏതാണ്ട് 90% വീടുകളിൽ ഇതൊന്നും ഉണ്ടായിരുന്നില്ല, പണക്കാരുടെ വീടുകളിൽ വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനമെടുത്ത് ഈ കമ്പനിക്കാരുമായിട്ടൊക്കെ ധാരണ ഉണ്ടാക്കി ഞങ്ങളത് ഉദ്ഘാടനത്തിന് വെച്ചു. അന്ന് അനൂപാണ് ഫുഡ് മിനിസ്റ്റർ. പുള്ളിയെ ക്ഷണിച്ചു. പുള്ളി വരാവുന്നതായിട്ടെല്ലാം 4 മണിക്ക് ഉദ്ഘാടനം വെച്ചു. 23 ഓഗസ്റ്റ് തീയതിയാണത്. കാലത്തെ പുള്ളി വിളിച്ചു പറഞ്ഞു ഞങ്ങൾ വരും. 2014 പുള്ളി വിളിച്ചു പറഞ്ഞു ഞങ്ങൾ വരില്ല, പുള്ളിക്ക് ഡൽഹിക്ക് പോകണം. പക്ഷേ സംഭവിച്ചത് ഇവിടുത്തെ കോൺഗ്രസ്സുകാർ വിളിച്ചു പറഞ്ഞു വരാൻ പാടില്ല എന്ന്. അതാണ് സംഭവിച്ചത്. അങ്ങനെ ഞങ്ങൾ പരിചയമുള്ളതാണ്. അപ്പോൾ അങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോഴാണ് അതിലൊരു ബിഷപ്പ് കടന്നു പോകുന്നത്. ബിഷപ്പ് ഇത്ര ആളുകൾ കൂടുതൽ കാണാണ്ടപ്പോൾ നിർത്തി. നിങ്ങളുടെ ബിഷപ്പ് യാക്കോബായ എൻ്റെ ഒരു ബിഷപ്പ് ഇതൊന്ന് ഉദ്ഘാടനം ചെയ്യുമെന്ന് പറഞ്ഞു. ബിഷപ്പ് ഉദ്ഘാടനം ചെയ്തു 4 മണിക്ക്. 4:30 ആയപ്പോഴത്തേക്കും പഞ്ചായത്ത് സെക്രട്ടറി
അതുപോലെ തന്നെ ഭരണസമിതി, കുറേ STPAക്കാർ, ഇവരെല്ലാവരും കൂടി വന്നിട്ട് പോലീസിൻ്റെ സഹായത്തോടെ വന്നിട്ട് അവിടെ സ്റ്റോപ്പ് മെമ്മോ പതിക്കുകയാണത്. ഈ ഷോപ്പിൻ്റെ ആ സമയത്ത് ഏതാണ്ട് ഒരു 4500ഓളം ആളുകൾ അതിനകത്തുണ്ട്. ഈ പരിപാടി കിഴക്കമ്പലത്തിനെ സംബന്ധിച്ച് ഇവരൊന്നും ഒരിക്കലും ജീവിതത്തിൽ കണ്ടിട്ടില്ല, ആദ്യമായിട്ട് ഒരു അനുഭവം. അപ്പോൾ സ്ത്രീകളും കുട്ടികളൊക്കെ എന്ത് മേടിക്കണം, കാണാൻ എന്തായിട്ടില്ല. അപ്പോൾ അതിനകത്ത് ഈ സാധനങ്ങൾ പലരും സ്റ്റാൾ ഇട്ടിട്ടുണ്ട്. അതുകൂടാതെ നമ്മൾ കോഴിക്കോടൻ ഹലുവ അങ്ങനെയുള്ള ആ സ്വീറ്റ്സ് എല്ലാം കൊണ്ടുവന്ന് അതിൻ്റെ സ്റ്റാളുണ്ട്, ഫുഡ് കോർട്ടുണ്ട്, പിന്നെ വൈകുന്നേരം കലാപരിപാടികൾക്കുള്ള സ്റ്റേജ്, അതൊക്കെ എല്ലാം ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കാണാനായിട്ട് ആദ്യമായിട്ട് വന്നു. അപ്പോൾ എല്ലാം കണ്ടുവയ്ക്കുക, പിന്നീട് മേടിക്കാമെന്നുള്ള രീതിയിൽ എല്ലാവരും വന്നതാണ്. ഇത് കൊണ്ടുവന്ന് വെച്ചത് ആരും അറിയുന്നില്ല. ഞങ്ങൾ തർക്കമായി. അങ്ങനെ അവിടെ തർക്കം നടക്കുന്നു. അപ്പോഴത്തേക്കും അകത്തെല്ലാവരും അറിഞ്ഞു. വലിയൊരു സംഘർഷത്തിയിട്ട് പോകുന്നൊരു സാധ്യത വന്നു. കാരണം ഞങ്ങളപ്പോൾ അകത്ത് നിൽക്കുന്ന ആരെയും പുറത്തേക്ക് വിട്ടില്ല. അപ്പോൾ ഉടനെ കേൾക്കുന്നു 144 പ്രഖ്യാപിച്ചു വന്നു. അവിടെ ഒരു സംഘർഷവും ഒന്നും ഉണ്ടായില്ല. അപ്പോൾ ഇതൊരു പ്ലാൻഡ് പരിപാടിയായിരുന്നു. കാരണം പിറ്റേ ദിവസം ഞങ്ങൾ കോടതിയെ സമീപിച്ച് കഴിഞ്ഞാൽ ഇത് സ്റ്റേ ചെയ്യും, ഞങ്ങളിത് പുനരാരംഭിക്കും. അപ്പോൾ അതിനെ തടയാനായിട്ടാണ് ഈ 144 പ്രഖ്യാപിച്ചത്. അപ്പോൾ പിന്നെ ആൾക്കൂട്ടം പാടില്ലല്ലോ. അങ്ങനെ വളരെ തന്ത്രപരമായിട്ട് അത് അവരവിടെ സ്റ്റോപ്പ് ചെയ്യിച്ചു. എല്ലാവരും നിരാശരായി, നിർത്തേണ്ടി വന്നു. സ്റ്റോപ്പ് മെമ്മോ തന്നിരിക്കുകയല്ലേ, പോലീസ് നിൽക്കുകയല്ലേ, പോലീസ് അടച്ച് സീൽ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഈ ആളുകളെ ഇറക്കി വിടണമല്ലോ. അപ്പോൾ ആളുകൾ പുറത്തേക്ക് ഇറങ്ങിയ സംഘർഷം ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ വളരെ ബാച്ചായിട്ട് വിടാമെന്ന് വിചാരിച്ചു. ഇവർ പോയിട്ട് പോകാമെന്ന് വിചാരിച്ചു. രാത്രി 11 മണിയായിട്ട് ഇവർ പിന്തിരിഞ്ഞ് പോകുന്നില്ല. എല്ലാവരും വെള്ളം പോലും കിട്ടാതെ ആകെ വിഷമിച്ചു. എല്ലാവരും ഭയങ്കര ഒരു വിഷമെത്തിയിട്ട് വന്നപ്പോൾ അവരെല്ലാവരും കൂടി പറഞ്ഞു, അധികാരമുള്ളത് കൊണ്ടല്ലേ ഇവർ ഈ വൃത്തികേട് ചെയ്യുന്നത്, അതുകൊണ്ട് നമുക്ക് ഈ അധികാരം ഇങ്ങോട്ട് എടുക്കണം എന്നുള്ളത് ഒരു വാശിയിലേക്ക്. അതെ, ആർക്ക് അങ്ങനെ ഐഡിയ എവിടെ നിന്ന് വന്നു? ആ ജനക്കൂട്ടത്തിൽ നിന്ന് വന്നതാണത്. എല്ലാവരും ഇങ്ങനെ കൂടി നിൽക്കുകയാണല്ലോ അകത്ത്. അങ്ങനെയാണ് 2014 ഓഗസ്റ്റ് 23 11 മണിക്ക്, രാത്രി 11 മണിക്ക് ഇവിടുത്തെ ഈ 4000ഓളം വരുന്ന ജനങ്ങൾ എടുത്തൊരു തീരുമാനമാണ് നമുക്ക് അധികാരമെടുക്കണം എന്നുള്ളത്. അങ്ങനെയാണ് ഞങ്ങൾ അടുത്ത ഇലക്ഷന് മത്സരിക്കാൻ തീരുമാനിച്ചത്. അന്നെടുത്ത തീരുമാനമാണ്. അങ്ങനെ 2015 ഇലക്ഷൻ വരുന്നു, ഞങ്ങൾ കയറി മത്സരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ മത്സരിക്കാൻ തീരുമാനിച്ചതോട് കൂടിയിട്ട് LDFും UDFും SDPIയും PDPയും മുസ്ലിം ലീഗ് എല്ലാം കൂടി ഒറ്റ ഭാഗമായി. അവരെല്ലാം ഒരു പക്ഷത്തും 2020 ഒരു പക്ഷത്തുമായി. 19 സീറ്റുകളിൽ മത്സരിച്ചു. 2 ബ്ലോക്ക് സീറ്റുകളിലേക്ക് മത്സരിച്ചു, ഒരു ജില്ലാ സീറ്റിലേക്ക് മത്സരിച്ചു. അതിൽ 19-ൽ 17 ഞങ്ങൾ ജയിച്ചു. ഏതാണ്ട് 72% വോട്ട് കിട്ടി. അവർ ഞെട്ടി. ബാക്കി എല്ലാം കൂടി ഇവർക്ക് കിട്ടിയുള്ളൂ. 2 സീറ്റ് അവർക്ക് കിട്ടി. അങ്ങനെ ആദ്യമായിട്ട് ഞങ്ങൾ പഞ്ചായത്ത് ഏറ്റെടുക്കുക. അപ്പോൾ ഞങ്ങൾക്കിതിൻ്റെ ABCD അറിയില്ല എന്ന്. പക്ഷെ പഠിച്ച് മനസ്സിലാക്കി അധികാരം ഏറ്റെടുക്കുമ്പോൾ 39 ലക്ഷം രൂപ കടം ആക്കി വെച്ചിട്ടാണ് ഇവർ ഇറങ്ങിപ്പോയിരിക്കുന്നത്. അതിപ്പോൾ കിഴക്കമ്പലം പഞ്ചായത്ത് മാത്രമല്ല, എല്ലാവരും ഇനി തിരിച്ചു വരുമെന്ന് ഒരു പാർട്ടിക്കും അവർക്ക് ബോധ്യമില്ല. അപ്പോൾ അവരെല്ലാവരും പരമാവധി കടമാക്കി വെച്ചിട്ടേ പോകുള്ളൂ. കാരണം വരുന്നവൻ്റെ തലയിൽ അത് കെട്ടിവെക്കുക. അങ്ങനെ ഞങ്ങൾ ഏറ്റെടുത്തു. ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ല വികസന പ്രവർത്തനങ്ങൾ, അതായത് ഞങ്ങൾ ചെയ്ത ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാമീണ റോഡുകൾ BMBC ആക്കിയത് കിഴക്കമ്പലത്ത് ആദ്യമായിട്ട്. അത് കോടതിയെ സമീപിച്ച് ഞങ്ങളാക്കിയത്. കാരണം നിയമമില്ല, ഗ്രാമീണ റോഡുകൾക്ക് BMBC ചെയ്യാൻ പാടില്ല. അത് കോടതിയിൽ പോയാണ് അതിന് പെർമിഷൻ മേടിച്ച്. ഇന്നിപ്പോൾ എല്ലാ റോഡുകളും തന്നെ BMBC ആക്കി കഴിഞ്ഞു ഞങ്ങളത്. അങ്ങനെ BMBC റോഡുകളും തോടുകളെല്ലാം ഞങ്ങൾ ക്ലീൻ ചെയ്തു. ഈ തോടുകളെല്ലാം ചെളി വന്നടിഞ്ഞ് ഇതിൻ്റെ ആഴം കുറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ 1 മീറ്റർ ആഴമുള്ള തോടുകൾ ഞങ്ങൾ 3 മീറ്റർ വരെ ആഴമാക്കി. അങ്ങനെ നീരൊഴുക്ക് വർദ്ധിപ്പിച്ചു. ഏതാണ്ട് 900ഓളം ഏക്കർ പാടം 20 വർഷമായിട്ട് കൃഷി ചെയ്യാതെ കിടക്കുകയായിരുന്നു. അതെല്ലാം ഞങ്ങൾ കൃഷി ഇറക്കി. വാഴ വിത്തുകളെല്ലാം സൗജന്യമായിട്ട് കൊടുത്ത് എല്ലാവരെയും കൃഷിയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു ഞങ്ങൾ. പച്ചക്കറി വിത്തുകൾ അങ്ങനെയെല്ലാം. അങ്ങനെ ഈ എല്ലാ വികസനങ്ങളും നടത്തി 5 വർഷം പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ 13,57,00,000 രൂപ മിച്ചമുണ്ടാക്കി എന്നുള്ളതാണത്. എനിക്കിപ്പോഴും അത് മനസ്സിലായിട്ട് എങ്ങനെയാണ് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്നത്? ഇതിൽ വളരെ ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. CSR ഫണ്ട് കൊടുക്കുന്നുണ്ടോ? ഒരിക്കലും CSR ഫണ്ട് പഞ്ചായത്തിൻ്റെ അക്കൗണ്ടിൽ കൊടുക്കാൻ സാധിക്കില്ലല്ലോ.
എൻ്റെ CSR ഫണ്ട് ഇപ്പോൾ എനിക്കിപ്പോൾ ആർക്കെങ്കിലും വീട് പണിത് കൊടുക്കാം, അല്ലെങ്കിൽ ആർക്കെങ്കിലും മരുന്ന് മേടിച്ച് കൊടുക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സഹായം ചെയ്യാം. ഒരിക്കലും പഞ്ചായത്തിൻ്റെ ഫണ്ടും CSR ഫണ്ടുമായിട്ട് ഒരിക്കലും വരാൻ പാടില്ല. അവിടെ തന്നെ ഒരു കാര്യം ഞാൻ പറയുക, CSR ഫണ്ട് പറഞ്ഞുകൊണ്ട് പറയുക, ഞങ്ങൾ ഈ 2012 ഈ കിഴക്കമ്പലം 2020 കിഴക്കമ്പലം ഉണ്ടാക്കുന്ന സമയത്ത് CSR എന്ന് പറയുന്ന നിയമം പോലുമില്ല. 2014 CSR നിയമം പാർലമെൻറ്റിൽ ചർച്ച ചെയ്യുന്നത് നിയമമാക്കിയത്. 15 അത് ഇംപ്ലിമെൻ്റ് ചെയ്തത്. അപ്പോൾ അതിന് 3 വർഷം മുമ്പേ ഞങ്ങൾ ഇത് തുടങ്ങി. ഇനി ഞങ്ങളുടെ ഈ CSR ഫണ്ട് എന്ന് പറയുന്നത് പരമാവധി വന്ന 3 കോടി രൂപ വരിക, അതിൽ കൂടുതൽ പണമില്ല. ഈ 3 കോടി പല കമ്പനികളും ഇതുപോലെയുള്ള CSR എമൗണ്ട് എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമപരമായിട്ട് അവർ ഏജൻസിക്ക് കൊടുക്കും. അതിൻ്റെ 75% ഇവർ തിരിച്ചു കൊടുക്കും റെക്കോർഡിലില്ലാതെ. അപ്പോൾ 75% കൊടുക്കുന്ന ആളുടെ പോക്കറ്റിൽ തന്നെ വരും. ഇവിടെയുള്ള ഭൂരിഭാഗം കമ്പനികളും ചെയ്യുന്നത് അങ്ങനെയാണ്. പക്ഷേ ഞങ്ങളുടെ CSR ഫണ്ട് കൊണ്ടാണ് ഈ പറയുന്ന ഗൃഹോപകരണങ്ങളും ഒക്കെ സബ്സിഡി ഞങ്ങൾ കൊടുക്കുന്നത്. അതെല്ലാം ഞങ്ങൾ നേരിട്ട് കൊടുത്തിരിക്കുന്നതാണ്. ഒരു NGO ഉള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ട് അത് ഞങ്ങൾ ജനങ്ങൾക്ക് നേരിട്ടാണ് കൊടുക്കുന്നത്. അത് പഞ്ചായത്തുമായിട്ട് യാതൊരു ബന്ധമില്ല. അപ്പോൾ ഇതിൽ CSR ഫണ്ട് 1 രൂപ പോലും ഇല്ല. പഞ്ചായത്തിന് അങ്ങനെ പഞ്ചായത്തിന് CSR ഫണ്ട് ഇല്ല. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് ഞങ്ങൾ ചെയ്തത് 3-4 കാര്യങ്ങളാണ്. ഞങ്ങൾ കയറുമ്പോൾ ഏതാണ്ട് 172ഓളം ഹെഡുകളുണ്ട് ബഡ്ജറ്റിൽ. ഇതെല്ലാം അഴിമതി നടത്താൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയിരിക്കുന്ന ഹെഡുകളാണ്, കാശടിച്ച് മാറ്റാനായിട്ട്. ഞങ്ങൾ ആ ഹെഡുകളിൽ നിന്ന് ഏതാണ്ട് 16 ഹെഡുകളിൽ താഴെയുള്ളൂ. രണ്ടാമത്, ഇപ്പോൾ ഒരു റോഡിന് നമ്മൾ 1 ലക്ഷം രൂപ അനുവദിക്കുകയെന്ന് വിചാരിക്കുക. ഈ 1 ലക്ഷം രൂപയിൽ 60% ഏറ്റവും ചുരുങ്ങിയത് ഈ രാഷ്ട്രീയക്കാരും കോൺട്രാക്ടറും ഉദ്യോഗസ്ഥന്മാരും കൂടി അടിച്ചു മാറ്റും. ബാക്കി 40,000 രൂപ ആ റോഡിൽ മുടക്കുള്ളൂ. അപ്പോൾ 20 mm മെറ്റിലിടേണ്ടടുത്ത് 8 mm മെറ്റിലിടും. ടാറ് ഒരു 5 വീപ്പ ഒഴിക്കേണ്ടവിടത്ത് 1 വീപ്പ ഒഴിക്കും. ബലത്തിൽ ഈ 40,000 രൂപ വേസ്റ്റാവും. 6 മാസത്തിനുള്ള റോഡ് ഒഴുകി പോകും. അപ്പോൾ വീണ്ടും 1 ലക്ഷം രൂപ അനുവദിക്കണം. അതാണ് ഞങ്ങൾ ആ അഴിമതിയെ ഞങ്ങൾ ആദ്യം പ്ലഗ് ചെയ്തത്. അഴിമതി പ്ലഗ് ചെയ്തോട് കൂടിയിട്ട് 1 ലക്ഷം രൂപ ഒരു റോഡിന് അനുവദിച്ച് ആ 1 ലക്ഷം രൂപ റോഡിന് മുടക്കി എന്നുള്ളത് ഞങ്ങൾ ഇൻഷുർ ചെയ്തു. അപ്പോൾ അടുത്ത വർഷം ആ റോഡിന് പണം അനുവദിക്കേണ്ടതായിട്ട് വരുന്നില്ല. അപ്പോൾ ആ ചിലവില്ല. ഇതെല്ലാ വർഷവും ഒരേ റോഡിന് തന്നെ പണം അനുവദിച്ചുകൊണ്ടിരിക്കുക. എല്ലാ പദ്ധതികളും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അഴിമതി നിർത്തിയപ്പോൾ തന്നെ 80% പ്രശ്നങ്ങളും തീർന്നു. പിന്നെ ഞങ്ങൾ എല്ലാം ദീർഘവീക്ഷണത്തോടു കൂടി കണ്ട് ഒരു 25 വർഷം മുന്നിൽ കണ്ടുകൊണ്ട് ശാസ്ത്രീയമായിട്ട് പഠിച്ച് അത് വളരെ ചിട്ടയോടുകൂടി ഞങ്ങൾ നടപ്പിലാക്കി എന്നുള്ളതാണ്. ആ ഒരു ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, സാമ്പത്തിക അച്ചടക്കമാണ് ഇത്രയും ഫണ്ട് ബാലൻസ് വന്നത്. ഇത് കിഴക്കമ്പലം പഞ്ചായത്ത് നിന്ന് മാത്രമല്ല, ഇപ്പോൾ ഞങ്ങൾ ഭരിക്കുന്ന മറ്റ് 4 പഞ്ചായത്തുകളിലും ഇതേ പോളിസി ഞങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുക. അവിടെയെല്ലാം ഇതേ രീതിയിൽ തന്നെ മിച്ചം വരും. ഇനി ഇത് മാത്രമല്ല, ഇതേ രീതിയിൽ ഈ കേരളത്തിലല്ല ഇന്ത്യയിലെ 2,72,000 പഞ്ചായത്തുകൾ ഇത് നടപ്പിലാക്കാൻ സാധിക്കും. നടപ്പിലാക്കിയാൽ എല്ലാ പഞ്ചായത്തിലും ഇതുപോലെ മിച്ചം വരും. അത് തന്നെയാണ് ഞങ്ങൾ സ്റ്റേറ്റ് ലെവലിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ ഒരു മാനിഫെസ്റ്റോ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു പ്രകടന പത്രിക, സാമ്പിൾ പ്രകടന പത്രിക ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പ്രകടന പത്രികയിൽ ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്, ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു 20 വർഷമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഓരോ 5 വർഷം കഴിയുമ്പോൾ നമ്മുടെ കടം ഇരട്ടിയായിക്കൊണ്ടിരിക്കും. ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ കയറുന്നതിന് മുമ്പ് 82,000 കോടിയായിരുന്നു. ഭരണം പൂർത്തിയാക്കിയപ്പോൾ 1,63,000 കോടിയായി. പിണറായി സർക്കാർ അത് ഏറ്റെടുത്തു. ആദ്യത്തെ പിണറായി സർക്കാർ ഭരണം പൂർത്തിയാക്കിയപ്പോൾ 3,15,000 കോടിയായി. അത് ഇപ്പോൾ രണ്ടാം സർക്കാർ വന്നോട് കൂടിയിട്ട് 5 ലക്ഷമായി നിൽക്കുന്നു. ഒരു 7 ലക്ഷം കോടിയായിട്ട് അവസാനിപ്പിക്കും. ഞങ്ങൾ പറയുന്നുണ്ട് 2020 ഭരണം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ 10 വർഷത്തിനുള്ള ഈ 7 ലക്ഷം കോടി കടം തീർത്ത് മിച്ചമാക്കി തരാമെന്ന്. ഇതേ പദ്ധതി അവിടെ നടപ്പിലാക്കിയാൽ മതി. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞത്, അപ്പം ഞങ്ങൾ ഒരിക്കലും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ചിരുന്നതല്ല. 15 ഞങ്ങൾ മത്സരിച്ചു, 20 5 വർഷം പൂർത്തിയാക്കി, 20 ഞങ്ങൾ സമീപ പഞ്ചായത്തുകളൊക്കെ ഇത് ആവശ്യപ്പെടാൻ തുടങ്ങി. ആളുകൾ ചോദിക്കാൻ തുടങ്ങി. അതെ, ഞങ്ങൾക്കും ഇതുപോലെയുള്ള ഇത് വേണം.
അങ്ങനെയാണ് ഞങ്ങൾ സമീപ പഞ്ചായത്തുകൾ, ചുറ്റുപാടുമുള്ള പഞ്ചായത്തുകളൊക്കെ മത്സരിക്കാൻ തീരുമാനിച്ചത്. മത്സരിച്ച പഞ്ചായത്തുകളെല്ലാം ഇന്ന് 2020 ഭരിക്കുന്നു. പല പഞ്ചായത്തുകളിലും പ്രതിപക്ഷം പോലുമില്ല. ഒരു പഞ്ചായത്ത് നിങ്ങൾക്ക് ഭൂരിപക്ഷം ഉണ്ട്. അവിടെ ഞങ്ങളിപ്പോൾ വെങ്ങോല പഞ്ചായത്തിൽ ആകെ 26 സീറ്റുകളിൽ 11 സീറ്റുകളിൽ ഞങ്ങൾ മത്സരിച്ചുള്ളൂ. കാരണം ഞങ്ങൾക്ക് അന്നത്തെ സാഹചര്യത്തിൽ മത്സരിക്കാനായിട്ടുള്ള സ്ഥാനാർത്ഥികളെ കിട്ടിയില്ല എന്നുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. ആ 11 മത്സരിച്ചതിൽ 8 സീറ്റ് ഞങ്ങളാണ് ജയിച്ചു. ഇപ്പോഴും അവിടെ കോൺഗ്രസിന് 9 സീറ്റ്, ബാക്കിയുള്ള സീറ്റ് ഇത്. അപ്പോൾ ഞങ്ങൾക്ക് വേണമെങ്കിൽ കമ്മ്യൂണിസ്റ്റിൻ്റെ കൂടെ കൂടിയാൽ ഞങ്ങൾക്ക് ഭരണം ഏറ്റെടുക്കാം. കോൺഗ്രസ് പറഞ്ഞ എപ്പോൾ വേണമെങ്കിലും ഒഴിവാക്കാം. ഞങ്ങളുടെ സപ്പോർട്ടില്ലാതെ ആർക്കും ഭരിക്കാൻ പറ്റില്ല. പക്ഷേ ഞങ്ങൾ പ്രതിപക്ഷത്തുമില്ല, ഭരണകക്ഷിയിലും ഇല്ലാതെ മാറി നിൽക്കുക. അത് തന്നെയാണ് വാഴക്കുളം പഞ്ചായത്തിലും ഇതേ അവസ്ഥയാണ്. ഞങ്ങളുടെ സപ്പോർട്ട്, ഞങ്ങൾ ന്യൂട്രലായിട്ട് നിൽക്കുക. അപ്പോൾ ഇതുവരെ ഞങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൂടെയും ഒരു രീതിയിലും ഞങ്ങൾ സഹകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. അങ്ങ് ഈ ലക്ഷം വീട് കോളനിയെ ഗോഡ്സ് വില്ലയാക്കി മാറ്റിയിരുന്നു. എനിക്ക് തോന്നുന്നു ആ ലക്ഷം വീട് കോളനിയിൽ നിവൃത്തിയില്ലാത്ത ഒരു യുവതിയാണ് ഇപ്പോഴത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നല്ലേ? അല്ല, അവർ ലക്ഷം വീടിലായിരുന്നില്ല. അവർ ഞാൻ ഈ 2013 എനിക്ക് തോന്നുന്നു, ഞാൻ ഈ വീട് സന്ദർശനത്തിൻ്റെ ഭാഗമായിട്ട് ചെല്ലുമ്പോൾ ഒരു 10 അടി നീളവും വീതിയുമുള്ള ഒരു മുകളിൽ ടർപ്പായി, സൈഡും ടർപ്പായി കൊണ്ട് മറിച്ച് മണ്ണിലാണ് അവർ കിടന്നുകൊണ്ടിരുന്നത്. അന്ന് അവർ പൂർണ്ണ ഗർഭിണിയായിരുന്നു. അപ്പോൾ ഈ ടർപ്പായി നീക്കി പുറത്ത് വരുന്നു. അപ്പം ഞാൻ ചോദിച്ചു, ഇതിനകത്താണോ കിടക്കുന്നത്? ഞാനിപ്പോൾ വിചാരിച്ച ഏതോ വളം സൂക്ഷിക്കുന്ന ഏതോ സ്ഥലമാണെന്ന് വിചാരിച്ചത്. ഈ കൃഷിക്ക് ആവശ്യമുള്ള വളമൊക്കെ ഉണ്ടല്ലോ. അന്നേരമാണ് ഒരാളത് തുറന്ന് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഞങ്ങളിവിടെയാണ് താമസിക്കുന്നത്. അപ്പോൾ അവരും ഭർത്താവും ഒരു കുടുംബമാണ് അതിനകത്തുള്ളത്. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഇത് കേരളത്തിലാണോ ഇതിങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അവർ ചോദിച്ചു, സാറേ എനിക്ക് പ്രസവിച്ച് വരുന്നതിന് മുമ്പ് ഒരു ടോയ്ലറ്റ് പണിത് തരുമോ? പിന്നെ ചോദിച്ചു, എന്നാ നിങ്ങൾ പ്രസവിക്കുക? അടുത്ത ആഴ്ച. ഞാൻ ചോദിച്ചു, ഒരാഴ്ച കൊണ്ട് എങ്ങനെയാണ് ഒരു ടോയ്ലറ്റ് പണിയാൻ പറ്റുക? പക്ഷേ ഞങ്ങൾ അവർ പ്രസവിച്ച് വരുന്നതിന് മുമ്പായിട്ട് തന്നെ ഒരു ടോയ്ലറ്റ് അവിടെ നിർമ്മിച്ചു കൊടുത്തു. ആ കുടിലെന്ന് പോലും പറയാൻ പറ്റില്ല, ആ ടർപ്പായുടെ കീഴിൽ മണ്ണിൽ കിടന്ന സ്ത്രീയാണ് ഇന്ന് കിഴക്കമ്പലം പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിട്ടിരിക്കുന്നത്. ഭയങ്കര മാറ്റം തന്നെ. അപ്പം ഞങ്ങൾ അതാണ് ശ്രമിക്കുന്നത്. അവശത അനുഭവിക്കുന്ന, ദാരിദ്ര്യം അനുഭവിക്കുന്ന, കഷ്ടപ്പാടുള്ള ജനങ്ങളെ കൈപിടിച്ചുയർത്തുക. അതാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയും തിരിഞ്ഞു നോക്കാത്ത ആളുകളെ ഞങ്ങൾ രക്ഷപ്പെടുത്തുന്നത്. അപ്പം ഇനി 2020 ലക്ഷ്യം എന്താണ്? ഞങ്ങൾ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. 8 മണ്ഡലങ്ങളാണ് ഞങ്ങൾ മത്സരിച്ചത്. 8 മണ്ഡലങ്ങൾ ഞങ്ങൾ മത്സരിച്ചിട്ട് 3 മുന്നണികൾ, NDA, LDF, UDF, ഈ 3 മുന്നണികളും കൂടിയിട്ട് 26 രാഷ്ട്രീയ കക്ഷികളോടാണ് 2020 ഒരു പാർട്ടി മത്സരിച്ചത്. പക്ഷേ ഞങ്ങൾക്ക് NDA തന്നെ 6 സ്ഥലത്ത് പിന്നിലാക്കിക്കൊണ്ട് ഞങ്ങൾ 3-ാം സ്ഥാനത്തെത്തി എന്നുള്ളത്. 3-ാം സ്ഥാനത്തെത്തി. 15% വോട്ട് ഷെയർ കിട്ടി ഞങ്ങൾക്ക്. അപ്പോൾ ആ മത്സരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഈ പല നിയോജക മണ്ഡലങ്ങളിലും കുന്നത്തുനാട് ഒഴിച്ചിട്ട് ബാക്കി 7 നിയോജക മണ്ഡലങ്ങളിൽ പോലും ഒരു പാർട്ടി പ്രവർത്തകൻ പോലും ഉണ്ടായിരുന്നില്ല. ആ സാഹചര്യത്തിലാണ് ഞങ്ങൾ മത്സരിച്ചത്. എന്നിട്ടാണ് ഇത്രയും പെർസെൻറ്റേജ് കിട്ടിയത്. പക്ഷേ ഇന്നിപ്പോൾ 3 വർഷത്തിന് ശേഷം 2020 കിട്ടാതിരുന്ന ക്ഷീണമായില്ലേ? ഈ കുന്നത്തുനാടിൽ സംഭവിച്ചത്, ഞങ്ങൾ ഈ എല്ലാവരും ഓവർ കോൺഫിഡൻസ് ആയിരുന്നു. കുന്നത്തുനാട് നമ്മുടെ സ്വന്തമാണ്, ജയിച്ചിരിക്കും. സർവേ ഫലങ്ങൾ പറഞ്ഞത് അങ്ങനെയാണ്. അതെ, മാധ്യമങ്ങളെല്ലാം പറഞ്ഞു. ഈവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ കുന്നത്തുനാട് 2020-ക്കാണെന്നാണ് പറഞ്ഞത്. ഞങ്ങളുടെ സർവേ ഒക്കെ അങ്ങനെയായിരുന്നു. അവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഓവർ കോൺഫിഡൻസ് ഞങ്ങളുടെ പ്രവർത്തകരെല്ലാം ഈ 7 മണ്ഡലങ്ങളിലേക്ക് പോയി പ്രവർത്തിച്ചു എന്നുള്ളതാണ്. ഇത് ഷുവർ സീറ്റായിട്ടും വെച്ചു. ഇവിടെ ആരും പ്രവർത്തിച്ചില്ല എന്നുള്ളതാണത്. അങ്ങനെ പറ്റിയ ഒരു കയ്യബദ്ധമാണ്. അല്ലെങ്കിൽ 2020 തികച്ചും അവിടെ വിജയിക്കേണ്ട ഒരു, സത്യം പറഞ്ഞാൽ 2020 അന്ന് ഇവിടെ മാത്രം മത്സരിച്ചിട്ട് ബാക്കി അങ്ങനെ ഗംഭീരമായിട്ട് ജയിക്കുകയും ചെയ്യാൻ തുടക്കത്തിൽ അല്ല, അന്ന് ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനമായിരുന്നു. പക്ഷേ ഇലക്ഷൻ കമ്മീഷനിൽ ഞങ്ങൾ ചിഹ്നത്തിന് അപേക്ഷിച്ച് കഴിഞ്ഞപ്പോൾ
5% സീറ്റുകളിൽ മത്സരിച്ചാൽ മാത്രമാണ് ചിഹ്നം അനുവദിക്കൂ എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ നമുക്ക് ലാസ്റ്റ് മിനിറ്റിൽ ചിഹ്നം കിട്ടുള്ളൂ. അങ്ങനെയാണ് ഞങ്ങൾ 7 സീറ്റുകൾ, ഒരു സീറ്റ് എക്സ്ട്രായും വെച്ചിട്ട് 8 സീറ്റിലേക്ക് മത്സരിക്കുകയാണ്. അല്ലെങ്കിൽ ഞങ്ങൾ ഒരിക്കലും മത്സരിക്കില്ലായിരുന്നു. കാരണം അതിനുള്ളൊരു സംവിധാനം ഉണ്ടായിരുന്നില്ല. അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ എത്രയിടത്ത് മത്സരിക്കാൻ ആഗ്രഹിക്കുന്നു? ഞങ്ങളൊരു 500 പഞ്ചായത്തുകളിലെങ്കിലും മത്സരിക്കും അടുത്ത പഞ്ചായത്തിൽ. എറണാകുളം ഡിസ്ട്രിക്ട് പൂർണ്ണമായിട്ടും, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, തൃശ്ശൂർ ഒക്കെ പൂർണ്ണമായിട്ട് ഞങ്ങൾ മത്സരിക്കും. കോർപ്പറേഷനും അതിനുള്ള സംവിധാനങ്ങളായി കഴിഞ്ഞു. ഇന്നിപ്പോൾ നമ്മൾ എറണാകുളം, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട, തൃശ്ശൂരിൻ്റെ മുഴുവനായിട്ടില്ല. ഏതാണ്ട് 90% വാർഡ് കമ്മിറ്റികൾ വരെ ആയി കഴിഞ്ഞു. നമുക്ക് ജില്ലാ കമ്മിറ്റികളോ? ഞങ്ങൾക്ക് ജില്ലാ കമ്മിറ്റി ഇല്ല. ഞങ്ങൾ വളരെ പല കമ്മിറ്റികൾ, അതായത് ഞങ്ങൾക്ക് വാർഡ് കമ്മിറ്റികൾ കഴിഞ്ഞാൽ നിയോജക മണ്ഡലം കമ്മിറ്റിയാണ്. നിയോജക മണ്ഡലം കമ്മിറ്റി കഴിഞ്ഞാൽ സംസ്ഥാന കമ്മിറ്റിയുള്ളൂ. ജില്ലാ കമ്മിറ്റി ഇല്ല. ജില്ലാ കമ്മിറ്റി ഇല്ല, താലൂക്ക് കമ്മിറ്റി ഇല്ല, പഞ്ചായത്ത് കമ്മിറ്റി ഇല്ല. കാരണം നേതാക്കന്മാർ കൂടുന്തോറും പ്രശ്നങ്ങളും കൂടും. അപ്പം അതുകൊണ്ട് ഞങ്ങൾ അണികൾ കൂടുതലും നേതാക്കന്മാർ കുറവുമാണത്. പക്ഷേ സ്റ്റേറ്റ് കമ്മിറ്റിയുണ്ട്, ജില്ലാ നിയോജക മണ്ഡലം കമ്മിറ്റികളുണ്ട്. ഈ പ്രദേശങ്ങളിൽ നിയമസഭാ നിയോജക മണ്ഡലം, പാർലമെൻ്റ് അല്ല. ഇപ്പം ഞങ്ങൾക്ക് ചാലക്കുടിയിൽ എല്ലാ നിയോജക മണ്ഡലത്തിലും കമ്മിറ്റിയുണ്ട്. നിയോജക മണ്ഡലം പ്രസിഡന്റുണ്ട്. എറണാകുളത്തും എല്ലാ നിയോജക മണ്ഡലത്തിലും നിയമസഭാ നിയോജക മണ്ഡലത്തിൽ 140 ഏകദേശം പകുതിയോളം നിയമസഭ ഇല്ല. ഇപ്പം ഞങ്ങൾക്ക് ഏതാണ്ട് 50 നിയമസഭകളിൽ കമ്മിറ്റികൾ പൂർണ്ണമായി കഴിഞ്ഞു. ഏതാണ്ട് 30 നിയമസഭകളിൽ ഏതാണ്ട് 50% വരെ എത്തിയിട്ടുണ്ട്. ഇനി അടുത്ത ഒരു വർഷത്തിനുള്ളിൽ ഏതാണ്ട് ഒരു 120 നിയമസഭാ മണ്ഡലങ്ങൾ ഞങ്ങൾ പൂർണ്ണമായിട്ടുള്ള കമ്മിറ്റി ഇട്ട് വരും. 140 ഞങ്ങൾ ലക്ഷ്യം കാണുന്നത്. അടുത്ത 2026 വരുന്ന, അതായത് തിരഞ്ഞെടുപ്പിൽ 140 നിയോജക മണ്ഡലത്തിലും 2020 സ്ഥാനാർത്ഥി ഉണ്ടാവും. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് അതിന് മുമ്പുള്ള ഒരു പരീക്ഷണം, അത് 500 സ്ഥലത്തെങ്കിലും ഞങ്ങൾ പരീക്ഷിച്ചിരിക്കും. എറണാകുളം, കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി, തൃശ്ശൂർ ഈ ജില്ലകൾ പൂർണ്ണമായിട്ട് ഞങ്ങൾ മത്സരിക്കും. ഒരു ചോദ്യം ചോദിച്ചോട്ടെ, ഒരു സംശയം. ഈ കേരളത്തിലെ ജനത ഭീകരമായിട്ട് പിണറായിയെ വെറുക്കുന്നു, അങ്ങനെയൊക്കെ അതറിയാം. പക്ഷെ നിങ്ങളിങ്ങനെ എല്ലായിടത്തും പോയി മത്സരിച്ച് പിണറായി വിരുദ്ധ വോട്ടുകൾ ചിതറിപ്പോകത്തില്ലേ? നമുക്ക് ഇപ്പോൾ പിണറായിയെ ഭയപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടിയെ ഭയപ്പെട്ട് എല്ലാവരും ഇങ്ങനെ പിന്മാറിയാൽ ഈ കേരളത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? അല്ല, വീണ്ടും അവർ വരത്തില്ലേ? അപ്പോൾ നിങ്ങൾ മത്സരിച്ച ഒരിക്കലും ആവില്ല. നമുക്ക് പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഈ 2020 മത്സരിച്ച് കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ വോട്ടാണ് കിട്ടുക എന്നുള്ളത്. അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഞങ്ങൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ കിഴക്കമ്പലം സിറ്റി, അതായത് കമ്മ്യൂണിസ്റ്റിൻ്റെ ഓഫീസുള്ള സ്ഥലം, ആ സ്ഥലത്ത് 20 LC മെമ്പർമാരാണ് ഉള്ളത്. അവർക്ക് കിട്ടിയ വോട്ട് 12. ആ വാർഡിൽ 20 LC മെമ്പർമാരുള്ള വാർഡിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കിട്ടിയത് 12 വോട്ടാണത്. എന്ന് പറഞ്ഞാൽ 8 പേര് മാറിക്കുത്തി, അവരുടെ ഭാര്യമാർ മാറിക്കുത്തി, അവരുടെ കുട്ടികൾ മാറിക്കുത്തി. അപ്പം നമ്മൾ വിചാരിക്കുന്ന ഒരു സ്ഥിതിയല്ല. ഇനി ഞങ്ങൾ മത്സരിച്ച പഞ്ചായത്തുകളിലൊക്കെ കോൺഗ്രസ് പിടിച്ചു നിന്നു. കമ്മ്യൂണിസ്റ്റ് എല്ലാം 2 ഡിജിറ്റിന് മേലോട്ട് കയറാൻ പറ്റിയില്ല. അതായത് 100 വോട്ട് പോലും തയ്ക്കാൻ ഒരു സ്ഥലത്തും സാധിച്ചില്ല എന്നുള്ളതാണ്. കംപ്ലീറ്റ് ആയിട്ട് പരാജയപ്പെട്ടത് കമ്മ്യൂണിസ്റ്റുകാരാണ്. അപ്പോൾ ആ തിയറി തെറ്റാണെന്ന് പറയുന്നു അല്ലേ? അത് കമ്മ്യൂണിസ്റ്റ് ഒരു സംശയമില്ല. ഇതിൽ ഈ കമ്മ്യൂണിസ്റ്റിൽ നേതാക്കന്മാർക്ക് മാത്രമേ മെച്ചമുണ്ടാവുന്നുള്ളൂ. യഥാർത്ഥത്തിൽ കമ്മ്യൂണിസത്തിൽ വിശ്വസിക്കുന്ന അണികൾ അവരെല്ലാം വളരെയധികം നിരാശയിലാണത്. ഇപ്പം ഞങ്ങൾ പര്യടനം നടത്തുമ്പോൾ ഓട്ടോറിക്ഷക്കാർ CIT യൂണിയനിലുള്ള ആളുകളാണ്. ഇവരൊക്കെ പറയുന്നത് ഇത്തവണ വോട്ട് 2020 പറയുന്നത്. അപ്പോൾ ഈ തവണത്തെ പാർലമെൻറ്റ് ഇലക്ഷനിലായാലും നമ്മൾ ഇതിൻ്റെ മുന്നിലത്തെ റിസൾട്ട് നോക്കിയാൽ നമുക്ക് വളരെ വ്യക്തമാവും, ഏറ്റവും കൂടുതൽ വോട്ടുകൾ ഞങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആയിരിക്കും, കോൺഗ്രസിനേക്കാൾ കൂടുതൽ. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 2 ഇടത്ത് മത്സരിക്കാൻ തീരുമാനിച്ചു. അതെന്താ 2 ഇടത്ത്? കാരണം മുമ്പ് പറഞ്ഞ 5% അതാണ് 2 സ്ഥലത്ത് മത്സരിക്കുന്ന ഒരു കാര്യം. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഈ എറണാകുളവും ഞങ്ങൾ നിയമസഭയിൽ മത്സരിച്ച നിയമസഭാ മണ്ഡലങ്ങളാണ്. ഞങ്ങൾക്ക് എല്ലാ സ്ഥലത്തും കമ്മിറ്റി ഉള്ളതാണത്. അപ്പോൾ തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ വിജയസാധ്യതയുള്ള 2 മണ്ഡലങ്ങളാണ് ഈ പറയുന്ന എറണാകുളവും ചാലക്കുടിയും. ചാലക്കുടി വലിയ പ്രതീക്ഷയുണ്ടോ?
ഏറ്റവും പ്രതീക്ഷയുള്ള ചാലക്കുടിയിലാണ്. പക്ഷേ എറണാകുളവും ഒട്ടും മോശമല്ല. ഇതിൽ നമ്മൾ തിരിച്ചറിയാത്ത ഒരു കാര്യം, ഇന്ന് ജനങ്ങൾ മടുത്തിരിക്കുക. ആരോട് ചോദിച്ചാലും ഒരു മാറ്റം ആഗ്രഹിക്കുന്ന ആളുകളാണിത്. ഇടതിനെ മടുത്തു, വലതിനെ മടുത്തു. ഇതുവരെ എന്ന് പറയുന്നത് ഇടതിനോ വലതിനോ, അതായത് നിവൃത്തികേട് കൊണ്ട് ആർക്കെങ്കിലും വോട്ട് ചെയ്യാൻ വിധിക്കപ്പെട്ട മലയാളികളായിരുന്നു. കാരണം അവർക്കൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ അവർക്ക് വിശ്വസിക്കാവുന്ന ഒരു ക്ഷേമ രാഷ്ട്രീയം പുലർത്തുന്ന ഒരു പാർട്ടി വന്നിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു മാറ്റം ആഗ്രഹിക്കുന്ന എല്ലാ മലയാളികളും ഇതിനെ വോട്ട് ചെയ്യുള്ളൂ. പ്രത്യേകിച്ച് സ്ത്രീകൾ, ചെറുപ്പക്കാർ. അത് നമ്മളിപ്പോൾ ഫീൽഡിൽ ഇറങ്ങി ആരോട് ചോദിച്ചാലും അത് പറയും, ഈ തവണ ഒരു മാറ്റം വേണം. അപ്പോൾ വലിയ അത്ഭുതങ്ങൾ ഈ തവണ സംഭവിക്കാം. ഈ ആം ആദ്മിയായിട്ടൊരു ധാരണയിലെത്തിയിരുന്നു, പിന്നീട് അത് പോയി. അത് സത്യം പറഞ്ഞാൽ നിങ്ങൾ രണ്ടും ഏതാണ്ട് സമാനമായി ചിന്തിക്കുന്ന പാർട്ടിയാണല്ലോ. അതെന്തിനാണ് നിങ്ങൾക്ക് ഒരുമിച്ച് പോകുമായിരുന്നെങ്കിൽ? നമുക്ക് പൂർണ്ണമായിട്ട് ഞങ്ങളും അങ്ങനെയാണ് വിശ്വസിച്ചിരുന്നത്. പക്ഷേ അന്ന് കേജ്രിവാൾ ഇവിടെ വരുമ്പോഴായാലും അതിന് ശേഷമായാലും പിണറായി വിജയനുമായിട്ട് വലിയൊരു അടുപ്പത്തിലായിരുന്നു ഈ കേജ്രിവാൾ. അല്പം ഒരു ഇടതുപക്ഷ ചിന്താഗതിക്കാരനായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. ഇപ്പോൾ ഈ അടുത്തിടെ നമ്മുടെ മുഖ്യമന്ത്രിയും മന്ത്രിസഭ എല്ലാവരും പോയി ഡൽഹിയിൽ സമരം ചെയ്തപ്പോൾ കണ്ടോ? അവിടെ നമ്മുടെ മുഖ്യമന്ത്രി കേജ്രിവാൾ ഒരു സൈഡിൽ, പഞ്ചാബ് മുഖ്യമന്ത്രി ഒരു സൈഡിലായിട്ട് രണ്ടുപേരെയും തോളത്തിട്ടിട്ട് ഒരു ചിത്രം നമ്മൾ കണ്ടു. അത് ആ ഇടതുപക്ഷവുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു അടുപ്പമാണ് കാണുന്നത്. അതിനേക്കാൾ ഉപരി ഇപ്പോൾ ഇന്ത്യ മുന്നണി ഇതുവരെ AAP ആരുമായിട്ട് ഒരു സഖ്യത്തിലുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ ഇന്ത്യ മുന്നണിയിൽ വരിക എന്ന് പറയുമ്പോൾ പരമ്പരാഗത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായിട്ട് യോജിച്ച് പ്രവർത്തിക്കുന്ന ആ ഒരു തരത്തിലേക്ക് വന്നു. ഇപ്പോൾ പലയിടത്തും കമ്മ്യൂണിസ്റ്റുമായിട്ട് സഖ്യമുണ്ടാക്കിയിരിക്കുന്നു, കോൺഗ്രസുമായിട്ട് ഒന്നിച്ച് മത്സരിക്കുന്നു ഡൽഹിയിൽ. അപ്പോൾ അങ്ങനെ ഒരാൾക്ക് കേരളത്തിൻ്റെ സാഹചര്യത്തിൽ എങ്ങനെ LDFനെയോ UDFനെയോ എതിർക്കാൻ സാധിക്കും? അപ്പോൾ ഒരു കാരണവശാലും 2020 AAPയുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. കാരണം കേരളത്തിൻ്റെ പ്രശ്നം LDFും UDFുമാണ്. അപ്പോൾ അതിനെതിരായിട്ട് നമ്മൾ ഒരു രാഷ്ട്രീയ പാർട്ടി കൊണ്ടുവന്ന് അല്ലെങ്കിൽ ഒരിക്കലും ഇവിടെ നിലനിൽക്കാൻ സാധിക്കില്ല. പലപ്പോഴും അവർ ചോദിക്കുന്ന തുക തന്നെ ഞങ്ങൾ കൊടുക്കാറുണ്ട്. അത് കോൺഗ്രസ് ആയാലും ശരി, കമ്മ്യൂണിസ്റ്റ് ആയാലും ശരി, എല്ലാവരും. കാരണം അവരോട് തന്നെയാണ് ചോദിക്കാറ്. എന്തിനാണ് കൊടുക്കുന്നത്? തൃക്കാക്കര 30 ലക്ഷം CPMന്, 5 ലക്ഷം BJPക്ക്, കോൺഗ്രസ് ഒന്നും കൊടുത്തില്ല. തൃക്കാക്കര കേസിൽ അന്ന് വന്നിട്ട് 50 ലക്ഷം രൂപ, അതായത് അവർ തന്നെ തീരുമാനിച്ചതിനോട് 50 ലക്ഷം രൂപ ചോദിച്ചു. ഞാൻ അവരെ കണ്ടിട്ട് പോലുമില്ല. അതുകൂടാതെ എൻ്റെ ഫാദറിൻ്റെ 1ാമത്തെ അടിയന്തരം വന്നു കഴിഞ്ഞപ്പോൾ അവർ ഹർത്താൽ പ്രഖ്യാപിച്ചു. അപ്പോൾ ഞങ്ങൾ 1ഉം 2ഉം പ്രതീക്ഷിച്ചിരുന്നിടത്ത് കുടുംബമായിട്ട് കുട്ടികളെല്ലാവരും കൂടി അങ്ങോട്ട് വന്നു. 6000 തികയാതെ വന്നു. അങ്ങനെ 6000 കഴിഞ്ഞ് 9000 കഴിഞ്ഞ് 10000 കഴിഞ്ഞ് അവസാനം ഒരു പക്ഷേ ഞങ്ങളവിടെ ആളെ നിർത്തിയിരുന്നെങ്കിൽ ഇന്ന് UDF വിജയിക്കുന്നതിന് പകരം LDF വിജയിച്ചത്. ഈ കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ച ഏതെങ്കിലും, അതായത് മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ പറ്റി അന്വേഷിച്ച ഏതെങ്കിലും കേസുകൾ വെളിച്ചം കണ്ടിട്ടുണ്ടോ?